നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രിമാരിൽ വിദേശ രാഷ്ട്ര തലവന്മാരോടും മറ്റും ഏറ്റവും അനൗപചാരികമായി പെരുമാറിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദി തൻ്റെ രാഷ്ട്രീയ ജീവിതം, അതായത് ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രധാനമന്ത്രിയായി എത്തിയ അനുഭവങ്ങൾ ANI എന്ന പ്രമുഖ വാർത്താ ഏജൻസിയോട് പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ കാലം മുഖ്യമന്ത്രിയായിരുന്ന താൻ ആദ്യമായിട്ടാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രിയായി തന്നെ എത്തുന്നത്. ഡൽഹിയിൽ ഒരുപാട് ഔപചാരികതകളുണ്ട്, പ്രോട്ടോക്കോൾ ഒരുപാടുണ്ട്. വിദേശ രാഷ്ട്ര തലവന്മാരെ സ്വീകരിക്കുമ്പോഴും അല്ലെങ്കിൽ വിദേശ പ്രതിനിധികളെ ഇടപെടുമ്പോഴും ഒക്കെ തന്നെ അതിന് ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ട്. അതിന് പ്രോട്ടോക്കോൾ എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇവ അനുസരിച്ച് മാത്രമേ പെരുമാറാൻ കഴിയുകയുള്ളൂ. 2014 താൻ പ്രധാനമന്ത്രിയായി എത്തിയതിന് ശേഷം അന്ന് എല്ലാ സാർക്ക് രാജ്യങ്ങളുടെയും പ്രതിനിധികളെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു എന്നും എന്നാൽ ആദ്യ ദിവസം ആരും തന്നെ കാണാനെത്തിയിരുന്നില്ല എന്നും നരേന്ദ്രമോദി തുറന്നു പറയുന്നു. തൊട്ടടുത്ത ദിവസം എത്തിയ അതിഥികളെ താൻ ഗേറ്റോളം എത്തി അവരെ സ്വീകരിക്കുകയായിരുന്നു എന്നും ഈ ഒരു നടപടി ഒരുപക്ഷെ അങ്ങേറ്റം അനൗപചാരികമാണ്, ഇത് പ്രോട്ടോക്കോളിൻ്റെ വേണമെങ്കിൽ ലംഘനമെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഇത് തൻ്റെ ഡൽഹി ജീവിതത്തിലെ വലിയൊരു മാറ്റമായിരുന്നു എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. എല്ലാവരുമായും പ്രോട്ടോക്കോളൊക്കെ മാറ്റിവെച്ച് വ്യക്തിപരമായ ഊഷ്മളമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ തന്നെ ഈ ഒരു കാര്യം സഹായിച്ചു എന്നാണ് പ്രധാനമന്ത്രി ANIക്ക് നൽകിയ ഈ ഒരു അഭിമുഖത്തിൽ പറയുന്നത്. തൻ്റെ ഓർമ്മകൾ ഓരോന്നായി താൻ പ്രധാനമന്ത്രിയായി ഡൽഹിയിലെത്തുമ്പോൾ പലർക്കും ഉത്കണ്ഠയുണ്ടായിരുന്നു. കാരണം ഒരു സംസ്ഥാനത്ത് മാത്രം മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ പെരുമാറാൻ കഴിയും എന്ന് പലരും സംശയിച്ചിരുന്നു. പക്ഷേ അവയൊക്കെ മാറ്റിക്കൊണ്ട് താൻ അങ്ങേറ്റം അനൗപചാരികമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് തനിക്ക് വിദേശ നയത്തിൻ്റെ കാര്യത്തിൽ വിജയിക്കാൻ കഴിഞ്ഞത് എന്നാണ് നരേന്ദ്രമോദി ഈ അഭിമുഖത്തിലുടനീളം പറയുന്നത്. ഇന്നൊരുപക്ഷെ ലോകത്തെ ഏറ്റവും ജനപ്രിയനായ അല്ലെങ്കിൽ എല്ലാവരും സ്വീകരിക്കുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും നരേന്ദ്രമോദിയും അതിലുൾപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. തനിക്ക് ലോക നേതാക്കളുമായുള്ള ബന്ധം തന്നെ അദ്ദേഹം തുറന്നു പറയുന്നു. ഈ ഒരു തരത്തിൽ തനിക്ക് വ്യക്തിബന്ധം ഉണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ രാജ്യത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ കാര്യവും നരേന്ദ്രമോദി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. 2015 യമനിൽ ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ സൗദി അറേബ്യയും യമനുമായൊക്കെ തന്നെ അന്ന് യുദ്ധം നടന്ന സമയത്ത് ഒട്ടേറെ ഇന്ത്യക്കാർ അന്ന് യമനിൽ കുടുങ്ങിയിരുന്നു. ഇവരെ തിരികെ എത്തിക്കണം. ഇതിന് എന്താണ് ഒരു പരിഹാരം എന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിൽ വന്നത് സൗദി രാജാവിനെ നേരിട്ട് ഫോൺ ചെയ്യുക എന്നുള്ളതാണ്. നരേന്ദ്രമോദി സൗദി രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കണം, നിങ്ങളിങ്ങനെ നിരന്തരമായ ബോംബിങ് അവിടെ തുടരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അവരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇതിന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ സൗദി രാജാവ് തീർച്ചയായും അതിനോട് സഹകരിച്ചുവെന്നും തൽക്കാലത്തേക്ക് ബോംബാക്രമണമെല്ലാം നിർത്തിവെച്ച് 5000-ഓളം വരുന്ന ഇന്ത്യക്കാരെ വിമാനമാർഗം തിരികെ ഇന്ത്യയിലെത്തിക്കാൻ അത് സൗദി അറേബ്യ നൽകിയ സഹായത്തെ നരേന്ദ്രമോദി നന്ദിയോടെ ഓർക്കുന്നു. നരേന്ദ്രമോദി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യയും യുക്രൈനും തമ്മിലുള്ള ബന്ധം തനിക്ക് അത്രത്തോളം ഹൃദ്യമാണ് എന്നാണ്. റഷ്യൻ ഭരണാധികാരിയുമായിട്ടും ഉക്രൈനിലെ ഭരണാധികാരിയായിട്ടും തനിക്ക് വ്യക്തിപരമായി അങ്ങേയറ്റം ബന്ധമാണുള്ളത്. അവരോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട് എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ആ ഒരു ഔപചാരികമായ ആ ഒരു രീതി അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വിദേശ നയത്തെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. G20 ഉച്ചകോടി ഡൽഹിയിൽ നടത്താൻ അതേറെ വിജയകരമായി തന്നെ നടത്താൻ തനിക്ക് സാധിച്ചതൊക്കെ തന്നെ ഈ ലോക നേതാക്കളുമായുള്ള വ്യക്തിബന്ധം കൊണ്ടാണ് എന്നും നരേന്ദ്രമോദി തുറന്നു പറയുന്നു. അയൽരാജ്യങ്ങൾ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന നരേന്ദ്രമോദി പാകിസ്ഥാൻ, ചൈന, മാലദ്വീപ് തുടങ്ങിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ശ്രീലങ്ക ഇവയെല്ലാം തന്നെ ഇന്ത്യയുമായി മാത്രം നല്ല ബന്ധം തുടരാതിരുന്നതിൻ്റെ കാരണം അത് അവരുടെ ആഭ്യന്തര പ്രശ്നമായിരിക്കാം, ഞങ്ങളുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നാണ് മോദി അഭിമുഖത്തിൽ പറയുന്നത്. മാത്രവുമല്ല, നേപ്പാളിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായപ്പോൾ അവിടെ ആദ്യം എല്ലാ സഹായവും എത്തിച്ചത് ഇന്ത്യയാണ് എന്ന കാര്യം അദ്ദേഹം ഊന്നിപ്പറയുന്നു. ശ്രീലങ്കയിൽ അവിടെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയും അവിടെ ആഭ്യന്തര കലാപത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയപ്പോൾ അവിടെയും കൃത്യമായ ഇടപെടൽ നടത്തുകയും അവർക്ക് എല്ലാ തരത്തിലുമുള്ള ഭക്ഷ്യവസ്തുക്കളായിട്ടാണെങ്കിലും ഇന്ധനമായിട്ടാണെങ്കിലും പണമായിട്ടാണെങ്കിലും എല്ലാ സഹായവും എത്തിച്ചത് ഇന്ത്യ ആയിരുന്നു എന്നുള്ള കാര്യവും നരേന്ദ്രമോദി പ്രത്യേകം ഓർമ്മിക്കുന്നു. ഇത് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഇവരുമായെല്ലാം ഇത്തരത്തിലുള്ള ഒരു വ്യക്തിബന്ധം ഉള്ളത് ഏറെ സഹായകമായി എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുന്നത്. ഇവിടെ എല്ലാ പ്രധാനമന്ത്രി എടുത്തു കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ത്യയുടെ പതാക അത് എന്നും ഉയരങ്ങളിൽ തന്നെ ആയിരുന്നു എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇതൊന്നും തൻ്റെ കഴിവുകൊണ്ടല്ല, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ആ ഒരു സംസ്കാരം അല്ലെങ്കിൽ നമ്മളുടെ ഒരു രീതികൾ ഇതൊക്കെ തന്നെ
നമുക്ക് ലോക നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ തന്നെ ഏറെ സഹായിച്ചു എന്നാണ് നരേന്ദ്രമോദി ഈ അഭിമുഖത്തിൽ പറയുന്നത്. തൻ്റെ എക്കാലത്തെയും സ്വപ്നമായ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ അത് തനിക്ക് ഗൾഫിലെ ഭരണാധികാരികളുമായും അതുപോലെ യൂറോപ്പിലെയും അമേരിക്കയിലൊക്കെ തന്നെ ഭരണാധികാരികളുമായുള്ള വ്യക്തിബന്ധത്തിൻ്റെ കൂടി ഒരു വിജയമാണ് എന്നാണ് നരേന്ദ്രമോദി ഈ അഭിമുഖത്തിൽ പറയുന്നത്. ഇത് പണ്ടത്തെ സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് രാജ്യത്തെ വീണ്ടും കൊണ്ടുവന്നെത്തിക്കും എന്നാണ് പ്രധാനമന്ത്രി ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഈ അഭിമുഖത്തിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് നരേന്ദ്രമോദി എന്ന മനുഷ്യനെയാണ്. അദ്ദേഹം ഹൃദയം തുറക്കുകയാണ് ഈ അഭിമുഖത്തിലൂടെ. എങ്ങനെ ഈ പ്രോട്ടോക്കോളും ഈ ഔപചാരികതകളും എല്ലാം ഇല്ലാതെ ഒരു ഭരണാധികാരിക്ക് എങ്ങനെ ലോക നേതാക്കളുമായി മികച്ച വ്യക്തിബന്ധം തുടരാം, അതിൻ്റെ ഫലമായി രാജ്യത്തിന് എന്തെല്ലാം നേട്ടങ്ങളുണ്ടാവാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അദ്ദേഹം അഭിമുഖത്തിൽ ഓരോ കാര്യങ്ങളും എടുത്തു പറയുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു അഭിമുഖം തീർച്ചയായും നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയിലെ പച്ചയായ മനുഷ്യനെ തന്നെയാണ് നമുക്ക് കാട്ടിത്തരുന്നത്.